ഏറ്റവും വലിയ സന്തോഷകരമായ വാർത്തയാണ് നിങ്ങളുമായി പങ്കുചേരാൻ വന്നിരിക്കുന്നത്. ഇപ്പൊ കുറച്ചു കാലങ്ങൾക്ക് മുമ്പിട്ട് ഒളിച്ചോടിയ ഷഹലയുടെ കുട്ടിയെ സ്വന്തം പിതാവിന് ആ പ്രവാസിയുടെ കൈകളിലേക്ക് കൊടുത്തിരിക്കുകയാണ്. ഇതേപോലെ ചാടിപ്പോകുന്ന ഓരോ വ്യക്തികളടുത്തും പറയാനുള്ള ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ. എല്ലാ പെണ്ണിനും ഉള്ള സംഭവം തന്നെയാണ് അവർക്കുമുള്ളത്. എന്തിനു വേണ്ടിയിട്ടാണ് പല കപ്പലിലും കയറി ഇറങ്ങുന്നത്? കുടുംബം നശിപ്പിക്കാനോ? ഒരു നല്ല രീതിയിൽ ഒരു കുടുംബം പോകുന്നുണ്ടെങ്കിൽ ആ കുടുംബത്തിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് പല തോണിയിലും കാലിട്ടേണ്ട ആവശ്യമില്ല. നിനക്കൊരു തോണിയുണ്ടല്ലോ, ആ തോണി കാലിട്ടാൽ പോരെ. വേറെ ആളുടെ ജീവിതത്തിലെ തോണി കാലിട്ടത് കൊണ്ടല്ലേ ഈ രണ്ട് കുടുംബം നശിക്കേണ്ടത് വന്നത്. പിന്നെ ഒളിച്ചോടിയായി അവൻ്റെ വീട്ടിലെ ആ ഭാര്യയെ സ്വന്തം ഇവൻ്റെ പരനാഥിൻ്റെ പേര് പറയാമെന്നാണ് ഉറപ്പ് വരുന്നത്. ഇവൻ്റെ അമ്മായിയമ്മയും എല്ലാവരും ഈ റാഫിൻ്റെ ആദ്യത്തെ ഭാര്യയെ അടിച്ച് തകർക്കുമായിരുന്നു. എന്തൊക്കെ ന്യൂസുകളാണ് ദിനം പ്രതി ഈ സമൂഹ മാധ്യമങ്ങളിലൂടെ കേട്ട് വരുന്നത്. നീയൊക്കെ നട്ടിലുള്ള ഒരാണാണോടാ. ഇതിനൊക്കെ അറബ് രാജ്യങ്ങളിലെ നിയമം തന്നെ ഈ കേരളത്തിൽ വരണം. എന്നാലും മാത്രമാണ് കൻ്റെയൊക്കെ കഴപ്പ് തീരും. ഇവൻ്റെ ഇവൾമാരുടെയൊക്കെ കഴപ്പ് തീരണമെങ്കിൽ അറബ് രാജ്യങ്ങളിലെ നിയമം വരണം. താഴെ കഥങ്ങ് വെട്ടിക്കളയണം, എന്നിട്ട് അവൻ അനുഭവിക്കണം. എത്രയോ മാന്യമായി ജീവിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് ഈ നാട്ടിൽ. അവരുടെ ഭർത്താക്കന്മാർ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് സമ്പാദിക്കുന്ന പൈസ ഈ നാട്ടിൽ അയച്ചു കൊടുക്കുമ്പോഴും അവർ ആവശ്യങ്ങൾക്ക് വേണ്ടി നിറവേറ്റിക്കൊണ്ട് അവരുടെ ഭർത്താവിനെ നെഞ്ചിലേറ്റിക്കൊണ്ട് ജീവിക്കുന്ന ഒരുപാട് പ്രവാസിമാരുടെ ഭാര്യകൾ ഈ കേരളത്തിലുണ്ട്. അല്ലെങ്കിൽ അവർക്ക് മുട്ടുന്ന സമയത്ത് അവർ സ്വന്തം ഭർത്താവിനെ മറന്ന് വേറെ പുരുഷനെ തേടി പോകാറില്ല. എൻ്റെ ഭർത്താവ്, അല്ലെങ്കിൽ ഇതേപോലെ തന്നെ സ്വന്തം ഭർത്താവ് നാട്ടിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഭാര്യമാർ ഗൾഫിൽ ജോലി ചെയ്യുന്നുണ്ടാവും. ഈ ഭർത്താക്കന്മാർക്കും ഭാര്യമാർക്കെല്ലാം മുട്ടുന്ന സമയത്ത് വേറെ സ്ത്രീകളടുത്ത് പോക്കല്ല പരിപാടി. ആദ്യം അത് മനസ്സിലാക്കുക. എന്തു തന്നെയാലും പോയത് പോയി. ഒരപേക്ഷയുള്ളൂ പ്രവാസി. നിന്റെ ഭാര്യയായിരുന്ന ആദ്യത്തെ അവൾ കെഞ്ചി നിന്റെ അടുത്ത് വന്ന് പറയും, ഇക്കാ പറ്റിപ്പോയി എന്ന് പറഞ്ഞ് വരുന്ന സമയത്ത് ഒരിക്കലും സ്വീകരിക്കാതിരിക്കുക. ഒന്ന് ചാടിയത് ഇനിയും ചാടും, ആ ചീത്തപ്പേര് പോവില്ല. ഷഹലയെക്കുറിച്ച് പറയുമ്പോൾ നാട്ടുകാരും അവളെ അറിയുന്ന ആൾക്കാരും പറയുന്നത് അവൾക്ക് ഒരു പൊട്ടിക്കുട്ടിയായിരുന്നാണ് പറയുന്നത്. ആ സമയത്ത് ആ സാഹചര്യത്തെ വിനിയോഗിച്ചുകൊണ്ട് ഈ ക്രൂര മനുഷ്യൻ സ്വന്തം 3 മക്കളെയും അവൻ്റെ സ്വന്തം ഭാര്യയെയും ഉപേക്ഷിച്ചുകൊണ്ട് ഈ ഷഹല എന്ന വ്യക്തിയെ സ്വീകരിച്ചിരിക്കുന്നു. എത്രത്തോളം ഉണ്ടാകുമെന്ന് നമുക്ക് കണ്ടറിയാം. ആ 13 പവൻ സ്വർണത്തിൻ്റെ വില എന്ന് തീരുന്നുവോ അന്ന് വരെ ഉണ്ടാകും ഈ കഴപ്പ്. എന്തായാലും ഒരു രാജ്യത്തിൻ്റെ നല്ല വാർത്തയാണ് കേട്ടത്. ആ പ്രവാസിയുടെ ചോരയിലുണ്ടായ കുട്ടിയെ ആ പ്രവാസിക്ക് കൈമാറി എന്നുള്ളത് വലിയൊരു ഉപകാരം. അല്ലെങ്കിൽ ഇവൻ്റെ സ്വന്തം 3 മക്കളെ നോക്കാൻ പറ്റാതെ ഉപേക്ഷിച്ച ഈ തെണ്ടിയുടെ കൂടെ വിട്ടിട്ടിരുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ റാഫി എന്ന പരമചറ്റിയുടെ 3 കുട്ടിയെയും അവൻ്റെ ഭാര്യയെ ഉപേക്ഷിച്ച് ഈ ചറ്റിയുടെ കൂടെ വിട്ടിട്ടുണ്ടെങ്കിൽ ഈ കുട്ടിയുടെ അവസ്ഥ എന്തായിരിക്കും? സ്വന്തം മക്കളെയും അവൻ്റെ ഭാര്യയും നോക്കാനുള്ള കഴിവും പ്രാപ്തി ഇവനില്ല. എന്നിട്ട് ഇവൻ്റെ ചോരയിൽ ഉണ്ടാകാത്ത ഈ കുട്ടി അവൻ എങ്ങനെ നോക്കും? സ്വന്തം 3 മക്കളെയും വലിച്ച് പിച്ച് ചീന്തി എറിഞ്ഞ് തെമ്മാടിയല്ലേ